മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് നടത്തി. പെരുമ്പാവൂർ EMS ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പെരുമ്പാവൂർ EMS ടൗൺ ഹാൾ വേദിയായിരുന്ന ക്യാമ്പിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. സേനയിലേക്കുള്ള പ്രവേശനത്തിന് ആവശ്യമായ അടിസ്ഥാന യോഗ്യതകൾ, ഫിസിക്കൽ ഫിറ്റ്നസ് പരിശോധനകൾ, പ്രാഥമിക മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. പങ്കെടുത്തവർക്കും രക്ഷിതാക്കൾക്കുമായി പരിശീലകരുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്ലാസും നടത്തി. 14-നും 21-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു. SSLC, +2, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠനം പൂർത്തിയായവർക്കും അവസരമൊരുക്കുന്ന രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 18ാമത്തെ വയസ്സിൽ ജോലി കിട്ടുന്നത് ചെറിയൊരു കാര്യമല്ല. ആർമി, നേവി, എയർഫോഴ്സ് സേനകളിൽ ജോലി നേടുവാൻ സുവർണാവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മേജർ രവിയുടെ നേതൃത്വത്തിൽ പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പും സൗജന്യ ഓറിയന്റേഷനും നടത്തിയതെന്ന് അനിൽകുമാർ, റിട്ടയർഡ് ക്യാപ്റ്റൻ, അറിയിച്ചു. നമസ്കാരം, എൻ്റെ പേര് റിട്ടയർഡ് ക്യാപ്റ്റൻ അനിൽകുമാർ. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയുടെ ചീഫ് ട്രെയിനറാണ് ഞാൻ. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഇന്ന് പെരുമ്പാവൂർ നമ്മളൊരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ റൂറലായിട്ടുള്ള കുട്ടികൾക്ക് സൈനിക വിഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് ചേരേണ്ടതെന്നും ആ ചേരുന്നതുകൊണ്ടുള്ള ഗുണവും അതോടൊപ്പം പഠനത്തോടൊപ്പം ഈ ജോബ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ കുട്ടികളുടെ ഫിസിക്കൽ പരമായിട്ടുള്ള യോഗ്യതയും ശാരീരികപരമായ യോഗ്യതയും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം സൈന്യത്തിനകത്ത് ചേരാൻ ഇവർ യോഗ്യരാണോ എന്ന് ആദ്യം കണ്ടെത്തുകയും അതിനോടൊപ്പം തന്നെ കുട്ടികൾക്കും രക്ഷകർത്താവിനും ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുകയാണ്. ജോബ് കേരളത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് പലർക്കും ഉത്തരം ഇല്ല എന്നാണ്. എന്നാൽ സൈനിക മേഖലകളിൽ ഒട്ടനവധി ജോബ് വേക്കൻസിയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് 13.5 ലക്ഷം വരുന്ന ഇന്ത്യൻ സേനയ്ക്ക് ഓരോ വർഷവും 1,25,000 പേരെയാണ് മൊത്തം ഇന്ത്യയിൽ നിന്നും എടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസിൽ 18 ലക്ഷത്തോളം വരുന്ന സൈനികരാണ് സർവീസ് ചെയ്യുന്നത്. ഓരോ വർഷവും 1.5 ലക്ഷം വേക്കൻസിയാണ് ഇതിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ വേക്കൻസികളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടും ഇതിലേക്കുള്ള കോമ്പറ്റീറ്റീവ് ടൈപ്പായിട്ടുള്ള എക്സാം എഴുതാനുള്ള ശേഷി കുറയുന്നതുകൊണ്ടുമൊക്കെയാണ് കുട്ടികൾ പലപ്പോഴും ഇതിൽ എത്തപ്പെടാതെ പോകുന്നത്. അവർക്ക് വേണ്ടി മേജർ രവീസ് സാർ ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. കുട്ടികളെ ആദ്യവും രക്ഷകർത്താക്കളെയും നല്ലൊരു മോട്ടിവേഷൻ, ബോധവൽക്കരണം നടത്തുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലഭിക്കുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സൈന്യമെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടെങ്കിലും ഇതിൽ ചേരാൻ വലിയ കടമ്പകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ്. കുട്ടികളെ ലളിതമായ രീതിയിൽ കായികപരമായി അഭ്യസിച്ചുകൊണ്ടും എഴുത്തുപരീക്ഷാപരമായി അവരെ പരിശീലനം കൊടുത്തുകൊണ്ടും മുന്നേറുന്നൊരു സ്ഥാപനമാണ് മേജർ രവീസ് അക്കാദമി. കഴിഞ്ഞ 11 വർഷക്കാലമായി മേജർ രവീസ് അക്കാദമി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 540 കുട്ടികളാണ് മേജർ രവീസ് അക്കാദമിയിലൂടെ വിവിധ സൈനിക മേഖലകളിൽ എത്തപ്പെട്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. പെരുമ്പാവൂരിനെ സംബന്ധിച്ച് വളരെ റൂറലായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ബോധവൽക്കരണ ക്ലാസും ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകളുമാണ് നമ്മൾ ഇന്ന് ഈ സെമിനാറിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും, പങ്കെടുത്തവർക്കും എല്ലാവർക്കും നന്ദി. നല്ലൊരു റഷാണ് നമ്മൾ കാണുന്നത്. വളരെ ആവേശത്തിലാണ് കുട്ടികളും. അതുപോലെ തന്നെ ഇത് മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് കാണാൻ കഴിയുന്നത് നല്ല ഉയരവും അതനുസരിച്ച് സൈന്യത്തിന് വേണ്ട ഒരു ശാരീരിക യോഗ്യതയുള്ള പ്രഥമദൃഷ്ട്യാ തന്നെ ഉള്ളവരാണ് നമ്മൾ ഈ കാഴ്ചയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭാവിയിൽ സൈനിക മേഖലയിൽ എത്തപ്പെടാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ സെമിനാറിലൂടെ പറയും. അക്കാദമിക് കോർഡിനേറ്റർ രാജേഷും ക്യാമ്പിന് നേതൃത്വം നൽകി. മൂവാറ്റുപുഴ, അങ്കമാലി, എറണാകുളം, തൃപ്പൂണിത്തറ, കോലഞ്ചേരി എന്നിവിടങ്ങളാണ് പരിശീലനം ലഭിക്കുന്ന മറ്റു സ്ഥലങ്ങൾ. എല്ലാ ജില്ലകളിലും തന്നെ പഠന കേന്ദ്രങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.